സന്തോഷം. നന്നായിട്ട് പടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. എന്താ പറയുക, കൂടുതൽ നല്ല സിനിമകളുമായിട്ട് നമുക്ക് മുമ്പിൽ വരാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. എന്ത് അഭിപ്രായമാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഈക്വൽ റെസ്പെക്റ്റ് നമ്മൾ എടുക്കുന്നു, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ആക്ച്വലി ഒന്ന്, നമ്മുടെ മലയാളത്തിൽ അധികം വരാത്തൊരു പാറ്റേൺ സിനിമയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ആസ് ആൻ ആക്ടർ കുറച്ച് പെർഫോമൻസിന് സ്കോപ്പുണ്ട് എന്ന് മനസ്സിലാവേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ. കാരണം ന്യൂ കമർ ആണെങ്കിൽ കൂടെ നമുക്ക് അത്യാവശ്യം കാണുന്ന പ്രേക്ഷകന് ഓക്കെ എന്താ പറയുക, സിനിമ ഞാൻ കേപ്പബിൾ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന കുറച്ച് ചാലഞ്ചസിങ് ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം. നമ്മളെ സംബന്ധിച്ച് ഇതൊരു പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ കോവിഡ് ടൈമിലൊക്കെ ഇപ്പോൾ ഒത്തിരി ഫെസിലിറ്റിയും കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടം, കാരണം കോവിഡ് ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഇത് നന്നായിട്ട് വർക്കൗട്ട് മീൻസ് കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നല്ല സിനിമകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റും. അത് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. അഭിനയത്തെ പറ്റിയൊക്കെ മറ്റുള്ളവർ വിലയിരുത്തിട്ട് അത് എന്താണ് നമ്മൾ സന്തോഷത്തോടെ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ അഭിനയം നന്നായി എന്ന് പറഞ്ഞാലും നമുക്ക് ഇനിയും എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ബെറ്ററിന് വേണ്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലൊരു സന്തോഷക്കുറവില്ല. എന്തും പ്രേക്ഷകരായാലാണ് നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കാം, സന്തോഷത്തോടെ ചെയ്യുന്നത്.